റാപ്പർ വേടൻ ഇപ്പോഴും ഒളിവിലാണ് എന്നുള്ള കാര്യം പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കേണ്ടതില്ല. എന്തുകൊണ്ടോ പോലീസിന് വേടനെ പിടികൂടാൻ സാധിക്കുന്നില്ല എന്നാണ് വരുത്തി തീർക്കുന്നത്. എന്തായാലും ബലാത്സംഗ കേസിൽ മുഖം രക്ഷിക്കാനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ പോലീസ് നടത്തി വരുന്നത്. ഇതുവരെ വേടന് സംരക്ഷണം തുടർന്ന പോലീസ് അന്വേഷണ സംഘത്തെ വിപുലീകരിച്ച് അന്വേഷണം ഊർജിതമാണ് എന്ന് വരുത്താനുള്ള നീക്കത്തിലാണ് എന്നുള്ളതാണ് ശ്രദ്ധേയം. അന്വേഷണ സംഘത്തെ 2 ടീമുകളായി അയൽ സംസ്ഥാനങ്ങളിലേക്ക് അയച്ചിട്ടുണ്ട് എങ്കിലും അന്വേഷണം കാര്യക്ഷമമല്ല. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരനാണ് ചേരുന്നത്. ജിജീഷ്, ഈ റാപ്പർ വേടനെ പിടികൂടാൻ ഇത്രയും ദിവസം കിട്ടിയിട്ടും പോലീസിന് സാധിക്കുന്നില്ല. ഇപ്പോൾ 2 സംഘങ്ങളെയൊക്കെ അന്യസംസ്ഥാനത്തിലേക്ക് അയച്ചു എന്നാണ് പറയുന്നത്. രാഖി, പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു വീഴ്ച, അത് വീഴ്ചയെന്ന് മാത്രമല്ല മനഃപൂർവ്വമുള്ള ഒരു വീഴ്ച തന്നെയായിരുന്നു വേടനെ പിടികൂടുന്നതിൽ ഉണ്ടായിരുന്നത്. കാരണം 10 ദിവസങ്ങൾ പിന്നിട്ടിരിക്കുന്നു വേടനെതിരെ കേസെടുത്തിട്ട്, FIR രജിസ്റ്റർ ചെയ്തിട്ട്. എന്നാൽ ഇതുവരെ വേടൻ എവിടെയാണ് എന്ന് കണ്ടെത്താൻ, ചെറിയ കേസുകളിൽ പോലും വലിയ തോതിൽ ഊർജിതമായ അന്വേഷണം നടത്തുന്നു, വാതിലുകൾ ചവിട്ടിപ്പൊളിച്ച് വീടിനകത്ത് കയറിപ്പോലും പ്രതികളെ പിടികൂടാൻ ശ്രമിക്കുകയും എല്ലാം ചെയ്യുന്ന അതേ പോലീസ് തന്നെയാണ് ഇത്ര ഗുരുതരമായ കുറ്റം ചെയ്തതായി ആരോപിക്കപ്പെടുന്ന, അതിൻ്റെ പേരിൽ FIR രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള ഒരാളെ സംരക്ഷിച്ച് കൊണ്ടുപോവുകയും ചെയ്തത്. ഏറ്റവും ഒടുവിൽ നിൽക്കക്കള്ളിയില്ലാത്ത ഒരു നിലയിലേക്ക് പോലീസ് വന്നിരിക്കുന്നു. അല്ലെങ്കിൽ ഭരണ സംവിധാനങ്ങൾ ആരാണോ പോലീസിന് ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ നൽകിയിരുന്നത് അവരും പോലീസും വലിയ നിൽക്കക്കള്ളിയില്ലാത്ത നിലയിലേക്ക് വന്നിരിക്കുന്നു. അങ്ങനെയാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തെ വിപുലീകരിച്ചുകൊണ്ട് വേടനായി തങ്ങൾ അന്വേഷണം ഊർജിതമാക്കുകയാണ് എന്നൊരു പ്രഖ്യാപനത്തിലേക്കും അതിനുള്ള നീക്കങ്ങളിലേക്കും പോലീസ് കടന്നിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി 2 സംഘങ്ങളെയെല്ലാം പ്രത്യേകമായി രൂപീകരിച്ചുകൊണ്ട് അയൽ സംസ്ഥാനങ്ങളിലേക്ക്, കർണാടകയിലേക്കും തമിഴ്നാട്ടിലേക്കും എല്ലാം അയച്ചിട്ടുണ്ട്. എങ്കിലും ഇവരും കാര്യക്ഷമമായ ഒരു അന്വേഷണത്തിലേക്ക് കടന്നിട്ടില്ല. കാരണം മുകളിൽ നിന്ന് വരുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച്, അവിടെ നിന്ന് പറയുന്നതനുസരിച്ച് മാത്രം മുന്നോട്ട് പോവുക എന്നതാണ് പോലീസിന് ചെയ്യാൻ കഴിയുന്ന ഏക കാര്യമെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഊർജിതമായ അന്വേഷണം നടത്തുകയും പോലീസിന്റെ മുഴുവൻ കാര്യക്ഷമതയും പുറത്തെടുക്കുകയും എല്ലാം ചെയ്താൽ വേടനെ പിടികൂടേണ്ടി വരും. ദിവസങ്ങൾക്കുള്ളിൽ വേടൻ പിടിയിലാകും. വളരെ പെട്ടെന്ന് തന്നെ വേടനെ ചോദ്യം ചെയ്യേണ്ടി വരും. വേടൻ പൊതുജന മധ്യത്തിൽ കൃത്യമായി തന്നെ എന്താണോ യഥാർത്ഥ വേടൻ അത് തുറന്നു കാണിക്കപ്പെടുകയും ചെയ്തു. അത് താല്പര്യമില്ലാത്ത ഒരു ഭരണകൂടം, പ്രത്യേകിച്ച് CPM-ഉം കോൺഗ്രസും എല്ലാം എല്ലാ ഘട്ടത്തിലും വേടനെ സംരക്ഷിക്കാൻ വലിയ വ്യഗ്രത പുലർത്തിപ്പോന്നിരുന്ന ആളുകളാണ്. ഏറ്റവും ആദ്യം ലഹരി കേസിൽ വേടൻ പിടികൂടപ്പെട്ടപ്പോഴും അതിനുശേഷം പുലിപ്പല്ല് കേസുമായി ബന്ധപ്പെട്ട് വനം വകുപ്പ് കേസ് എടുത്ത കാലഘട്ടത്തിൽ സമയത്തുമെല്ലാം തന്നെ അവിടെ സംരക്ഷിക്കാൻ വേടന് പിന്തുണയുമായി ഉണ്ടായിരുന്നത് CPM-ന്റെയും കോൺഗ്രസിന്റെയും നേതാക്കളാണ്. CPM സംസ്ഥാന സെക്രട്ടറി അടക്കം. വേടൻ മുന്നോട്ട് വയ്ക്കുന്ന പ്രത്യയശാസ്ത്രം എന്ന് പറയുന്നത് തങ്ങളുടെ പ്രത്യയശാസ്ത്രമാണ്. തങ്ങളുടെ പ്രത്യയശാസ്ത്ര ആശയങ്ങൾ പിന്തുടരുന്ന ആളാണ് വേടൻ എന്ന ഹിരൺദാസ് മുരളി എന്ന് ആവർത്തിച്ച് പറഞ്ഞത് MV ഗോവിന്ദൻ തന്നെയായിരുന്നു. മാത്രമല്ല LDF-ന്റെ കൺവീനർ അടക്കം കൃത്യമായി വേടനെ പിന്തുണച്ചുകൊണ്ട് പരസ്യ പ്രസ്താവനകളിലൂടെയും മാധ്യമങ്ങളിലൂടെ നൽകിയ പ്രതികരണങ്ങളിലുമെല്ലാം തന്നെ വേടനെ സംരക്ഷിക്കുകയും ചെയ്തു. അങ്ങനെ സർക്കാർ തലത്തിൽ നിന്ന്, അല്ലെങ്കിൽ ഉന്നത തലത്തിൽ നിന്ന് തന്നെ കൃത്യമായ നിർദ്ദേശങ്ങൾ പോലീസിനെ സംബന്ധിച്ച് ലഭിച്ചിരിക്കുന്നു. പ്രത്യേകിച്ച് 18-ാം തീയതിയാണ് വേടന്റെ മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുന്നത്. എന്നാൽ ഒരു ഘട്ടത്തിൽ പോലും അറസ്റ്റ് തടയുകയോ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു നിർദ്ദേശവും ഹൈക്കോടതി ഇതുവരെ നൽകിയിട്ടില്ല പോലീസിന്. സ്വാഭാവികമായും ഇത്തരം കേസുകളിൽ കേസിന്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് പോലീസിന് മുന്നോട്ട് പോകാൻ കഴിയും, അറസ്റ്റ് രേഖപ്പെടുത്താൻ കഴിയും. പിന്നീട് കോടതി ആ കേസ് പരിഗണിക്കുമ്പോൾ കോടതി എന്താണോ നിർദ്ദേശിക്കുന്നത് അതനുസരിച്ച് മുന്നോട്ട് പോയാൽ മാത്രം മതിയാകുമെന്നിരിക്കുകയാണ് അറസ്റ്റ് പോലും നീട്ടിക്കൊണ്ടുപോകുന്ന ഒരു രീതിയിലേക്ക് പോലീസ് മുന്നോട്ട് പോയത്. അവിടെയാണ് മുഖം നഷ്ടപ്പെട്ട ഒരു പോലീസിനെ നമുക്ക് കാണാൻ കഴിയുന്നത്. വലിയ തോതിലുള്ള പ്രതിഷേധങ്ങളെ, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ സമൂഹത്തിൽ നടക്കുമ്പോൾ അതിനെതിരെ കൃത്യമായി പ്രതികരിക്കുന്ന ആളുകളിൽ നിന്നുള്ള ഒരു വലിയ പ്രതിഷേധത്തെ പോലീസിന് നേരിടേണ്ടി വരികയും മുഖം രക്ഷിക്കാനുള്ള ഒരു നടപടികളിലേക്ക് പോലീസ് അങ്ങനെ കടക്കുകയും ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം വരെ പോലീസ് വ്യക്തമാക്കിയിരുന്നത് വേടൻ കേരളത്തിൽ തന്നെ തുടരുന്നുണ്ട്, മറ്റെവിടെയും ഒളിവിൽ പോയിട്ടില്ല എന്ന കാര്യങ്ങളെല്ലാം തന്നെയായിരുന്നു. കാരണം മറ്റു സാക്ഷിമൊഴികൾ രേഖപ്പെടുത്തിയ ശേഷം വേടനിലേക്ക് തങ്ങൾ അന്വേഷണം എത്തിക്കും, ആദ്യം സാക്ഷിമൊഴികൾ രേഖപ്പെടുത്തട്ടെ എന്ന കാര്യമായിരുന്നു അന്വേഷണ സംഘം പറഞ്ഞിരുന്നത്. എന്നാൽ സാക്ഷിമൊഴികൾ കൃത്യമായി രേഖപ്പെടുത്തുന്ന ഒരു നടപടി ഒരു ഭാഗത്ത് തുടരുന്നു എന്ന് പോലീസ് പറയുന്നു. അതിൽ തന്നെ പല മൊഴികളും വേടന് എതിരാണ്. പ്രത്യേകിച്ച് പെൺകുട്ടിയുടെ, യുവതിയുടെ സുഹൃത്തുക്കൾ നൽകിയ, യുവ ഡോക്ടറുടെ സുഹൃത്തുക്കൾ നൽകിയ മൊഴികളാണെങ്കിലും വേടന്റെ തന്നെ ചില സുഹൃത്തുക്കളിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന സാഹചര്യം
സാഹചര്യ തെളിവുകളുമായി ബന്ധപ്പെട്ട മൊഴികളാണെങ്കിലും എല്ലാം തന്നെ വേടന് എതിരാണ് എന്ന സൂചനകൾ പുറത്തു വരുമ്പോഴാണ് ഈ മൊഴികളുടെ അടിസ്ഥാനത്തിൽ പോലും തുടർന്ന് മുന്നോട്ട് നീങ്ങാൻ പോലീസ് സംഘം തയ്യാറാകാത്തത്, അതുമായി ബന്ധപ്പെട്ട യാതൊരു നീക്കവും നടത്താത്തത്. പ്രത്യേകിച്ച് വേടനെ പിടികൂടുന്നതിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചുകൊണ്ട് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന ആവശ്യമെല്ലാം തന്നെ ഈ ഒരു ഘട്ടത്തിൽ ശക്തമായി നിലനിൽക്കുകയാണ്. കാരണം ഒന്നിനു പിറകെ ഒന്നായി എന്ന രീതിയിൽ വിവിധ കേസുകളിൽ ഉൾപ്പെട്ടുകൊണ്ട് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുകയായിരുന്നു വേടൻ ചെയ്തിരുന്നത്. ഒരു ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ പ്രശസ്തനായ ഒരാൾ സ്വാഭാവികമായും അയാളിലൂടെ പുറത്തേക്ക് നൽകേണ്ടത് നല്ല സന്ദേശങ്ങളും നല്ല ആശയങ്ങളുമാണ് എന്നിരിക്കെയാണ് വേടൻ തുടർച്ചയായി ഒന്ന് ലഹരി കേസിൽ ഉൾപ്പെടുന്നു, അതിനുശേഷം വനം വകുപ്പിന്റെ പുലിപ്പല്ല് കേസിൽ വന്യമൃഗങ്ങളുടെ ഇത്തരത്തിൽ പുലിപ്പല്ലുകളോ നഖമോ എല്ലാം തന്നെ ഉപയോഗിക്കുന്നത് വിലക്കിയിരിക്കുക, അത് നിയമപ്രകാരം നിഷിദ്ധമാണ് എന്നിരിക്കെ അത്തരത്തിലുള്ള നിയമ നടപടികൾ നിയമവീഴ്ചകൾ ചെയ്തുകൊണ്ട് വേടൻ രണ്ടാമത് ഒരു കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നു. പിന്നീട് വീണ്ടും അതിഗുരുതരമായ ഒരു കേസിൽ കൂടി ആരോപണ വിധേയനായിരിക്കുന്നു. നിരവധി തവണ താൻ ലൈംഗിക ചൂഷണത്തിന് ഇരയായിട്ടുണ്ട് എന്ന് യുവതി വെളിപ്പെടുത്തുന്നു. അത് കൃത്യമായി തന്നെ എവിടെയെല്ലാം വെച്ചാണ് തനിക്ക് മോശം അനുഭവങ്ങൾ ഉണ്ടായത് എന്ന കാര്യം യുവതി ആ പരാതിയിൽ തന്നെ മൊഴിയിൽ തന്നെ കൃത്യമായി പറയുകയും എല്ലാം ചെയ്യുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരാൾ ഇവിടെ സംരക്ഷിക്കപ്പെടുമ്പോൾ സമൂഹത്തിന് ആ തെറ്റായ സന്ദേശം തന്നെയാണ് പോലീസ് നൽകുന്നത്. അതുകൊണ്ട് തന്നെയാണ് പോലീസിനെതിരെ വിമർശനങ്ങൾ ആഴത്തിലുള്ളതാവുന്നതും ശക്തമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. ഈ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ മുഖം രക്ഷിക്കുക അല്ലെങ്കിൽ വികൃതമായിരിക്കുന്ന മുഖം പുറമേക്ക് മിനിക്കാനുള്ള നടപടികളിലേക്ക് പോലീസ് കടന്നിരിക്കുന്നതും രണ്ട് അന്വേഷണ സംഘത്തെ രൂപീകരിച്ചുകൊണ്ട് നടപടികളൊന്നും എടുക്കാതെ രണ്ട് അയൽ സംസ്ഥാനങ്ങളിലേക്ക് അയക്കുകയും ചെയ്തിരിക്കുന്നത്. രാഗി, റേപ്പിസ്റ്റ് റാപ്പറെ ഇങ്ങനെയാണ് നമ്മുടെ സർക്കാർ ഇതുവരെ സംരക്ഷിച്ചു പോകുന്നത് എന്ന് കേരള സമൂഹം കണ്ടതാണ്. ഇപ്പോൾ ബലാത്സംഗ കേസ് കൂടി എത്തിയതോടുകൂടി മുഖം രക്ഷിക്കാനുള്ള നീക്കങ്ങൾ പോലീസ് സജീവമായി നടത്തുന്നുമുണ്ട്. വേടന് സംരക്ഷണമാണ് സർക്കാരും പോലീസും ഇതുവരെ ഒരുക്കിയത് എങ്കിൽ അന്വേഷണ സംഘത്തെ വിപുലീകരിച്ച് അന്വേഷണം ഊർജിതമാണ് എന്ന് വരുത്താനുള്ള നീക്കത്തിലാണ് ഇപ്പോൾ. അന്വേഷണ സംഘത്തെ 2 ടീമുകളായിട്ട് ഇപ്പോൾ തിരിച്ചിട്ടുണ്ട്. അയൽ സംസ്ഥാനങ്ങളിലേക്ക് ഇവരെ അയച്ചിട്ടുണ്ട് എങ്കിൽ പോലും അന്വേഷണം നടക്കുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ അന്വേഷണം കാര്യക്ഷമമായിരുന്നുവെങ്കിൽ ഇതിനോടകം തന്നെ ഈ റേപ്പിസ്റ്റ് റാപ്പർ പിടിയിലാകുമായിരുന്നു. രജീഷ് കരുണാകരനാണ് വിശദാംശങ്ങൾ നൽകിയത്.